ഗൈസ്, നമുക്കിന്ന് ഈ ഒരു ത്രെഡ്സ് വെച്ച് ഈ ഒരു ത്രെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ഒരു ത്രെഡ് മടക്കിയാൽ അതേപോലെ തന്നെ ഇരിക്കും. ഈ ഒരു ത്രെഡ് വെച്ച് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയാലോ? ഫ്ലവർ അല്ല, നമുക്കൊരു ഈ ഒരു പാൻഡ കുട്ടിക്ക് ഒരു ചെറിയൊരു മാല ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു ചെറുക്കനും ഒരു കുഞ്ഞു മാല ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഈ ഒരു പാൻഡ കുട്ടീനെ എനിക്ക് ചേരുന്ന ഈ ഒരു ബേബിക്ക് ചേരുന്നത് യെല്ലോ കളറാണ്. ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും വലിയത് ഇതിന് പറ്റില്ല. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെയാണ് ആവശ്യം. ഈ ബൊമ്മയുടെ കഴുത്തിലായിട്ട് ഈ ഒരു സാധനം വയ്ക്കാം. എന്നിട്ട് ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. വലിയൊരു ഡോട്ടല്ല, ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്താ ഇതിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ പിന്നി കയറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അതിങ്ങനെ തിരിക്കി ഇങ്ങനെ കയറ്റി എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാണുമ്പോഴല്ല, ഈ ഒരു റിബൺ ചെയ്യുമ്പോൾ ഇതൊന്നും എൻ്റെ കഴുത്തിൽ കെട്ടുന്ന കാര്യമൊക്കെ ഈ റിബണ് വെച്ച് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ റിബണ് ഹാഫ് കട്ട് ചെയ്തതിൻ്റെ ഇച്ചിരി ബാക്കിയാണല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു എന്തായിരുന്നു റിബണല്ലല്ലോ, ഒരു ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ചെറിയൊരു മിക്കി മൗസിൻ്റെ ആ ഒരു ഇതുണ്ടാക്കാം. ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇവിടെ വെച്ച് രണ്ട് തിരുക്കിയിരിക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. നല്ലൊരു ക്യൂട്ട് മാല ഇവൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആൾക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത ആൾ. ഇവന് ഞാൻ വിചാരിച്ചു ഒരു ബ്ലൂ കളർ വയ്ക്കാമെന്ന്. എനിക്ക് ഈ ഒരു ബൊമ്മ കിട്ടിയാൽ ഒരു വലിയ കഥയുണ്ട് കേട്ടോ. വലുതൊന്നുമല്ല, ഒരു മീഡിയം ഒരു കഥയുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ലുലു ഒന്ന് ക്ലോ മെഷീനിൽ കിട്ടിയതാണ്. ഇത് ഒരു ദിവസം ഞാനിങ്ങനെ പോയപ്പോൾ ഇതിനെ കുറേ തവണ നോക്കി ഈ ഒരു പാണ്ടക്കുട്ടനെ മാത്രം കിട്ടാനായിട്ട്. പക്ഷെ എനിക്ക് എത്ര നോക്കിയിട്ടും കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് ചെയ്തത് അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് അവിടെ ഒരു അങ്കിൾ വന്നു. ആ അങ്കിൾക്ക് അത് കിട്ടി. അപ്പോൾ ആ അങ്കിൾ എന്ത് ചെയ്തു, ഞാൻ അവിടെ കിടന്ന് ഭയങ്കര തുള്ളിച്ചാട്ടിലായിരുന്നു അത് കിട്ടാത്തതിന്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ആ കൊറിയൻ അങ്കിൾ അതെനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി അവിടെ കിടന്ന് തുള്ളിച്ചാടി. പിന്നെ അങ്ങനെ കിട്ടിയതാണ് ഈ ഒരു കുഞ്ഞു ബൊമ്മ. ഇതിനെ സ്വന്തമായിട്ട് എടുത്തതാണ്. ഇതും ഇതേപോലെ ആ കുഞ്ഞ് ക്ലോ മെഷീനിൽ എനിക്ക് ഈ ചെവിയിൽ തൂക്കിപ്പെട്ടെന്ന് കിട്ടിയതാണ് ഈ ഒരു കുഞ്ഞു ബൊമ്മേനെ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബൊമ്മയാണ്. അപ്പോൾ ഇതും എനിക്ക് ഒരു വലിയ ലുലുന്ന് തന്നെ കിട്ടിയതാണ്. അപ്പോൾ ആ അങ്കിള് ഞാൻ പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. നമുക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഞാൻ ആ അങ്കിളെ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ മാല റെഡിയാവാറ്. ഇതേപോലെ ഡോട്ട് നേരത്തെ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഡോട്ടിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഒരു ബ്ലൂവും കൂടെ അടിക്കേണ്ടി വന്നു. ആ ഡോട്ടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇവന് നല്ല വലുത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇതേപോലെ റൗണ്ട് പോലെ ചെയ്യുക, കണ്ടില്ല? ഇതേപോലെ ഒരു നല്ല ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി രണ്ട് തിരുക്കും കൊടുക്കാം. അപ്പോൾ കറക്റ്റിന് കിട്ടും. പക്ഷേ ഇത് കുറച്ച് വലുതായിപ്പോയല്ലോ എനിക്ക് തോന്നി. ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതുമായ പോലെ തോന്നി. ഞാൻ പിന്നെ കറക്റ്റാക്കിയിട്ടുണ്ടോ, ഇതേപോലെ കറക്റ്റാക്കി. ഇനി നമുക്ക് തിരിക്കാം. കുറച്ച് പാടാണ് തിരിക്കി വരാൻ. നമുക്ക് ചെയ്ത് കൊടുക്കാം. തിരികിയിട്ടുണ്ട്. ഇതേപോലെ നല്ല കട്ടിക്കിടിക്കും, കണ്ടില്ലേ? നല്ല രസയിലാണ്, നല്ലൊരു ബാഡ്ജ് പോലെയൊക്കെ അല്ലേ. മാല കുറച്ചും കൂടി കണ്ടിട്ടില്ലേ, സെൻറ്ററായിട്ട് നമുക്ക് കണ്ടില്ലേ? രണ്ടു പേർക്കും അങ്ങനെ മാലകളായി. അപ്പോൾ രണ്ടുപേരെയും കണ്ടിട്ടോ. അപ്പോൾ സൂപ്പറല്ലേ നമ്മൾ രണ്ടുപേരും. Bye bye. See you. Subscribe and like and share.